കഴിഞ്ഞ 2 ദിവസമായിട്ട് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഫയൽ അദാലത്ത് നടത്തി വരികയായിരുന്നു. അപ്പം അതിൽ നമ്മൾ ചാർജ് എടുത്തപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് വർഷങ്ങളായി വകുപ്പിൽ പെൻഡിങ് കിടക്കുന്ന ഫയലുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നും അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ നീതി വൈകുന്നത് വലിയൊരു അനീതിയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മളൊരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1 മാസം മുൻപ് തന്നെ നമ്മുടെ ജില്ലാ ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, നമ്മുടെ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എല്ലാ ഓഫീസിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിപുലമായിട്ടുള്ള ഒരു യോഗം വിളിക്കുകയും അതിലെന്തിനു വേണ്ടിയാണ് ഈ ഒരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം അതിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, നമ്മുടെ മുന്നിലുള്ള ഫയലുകളുടെ എണ്ണം തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഓരോ ഫയലുകളും ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്ത് അതിൽ കൃത്യമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓരോ ഫയലിൻ്റെയും കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് സമയം ഒരുപാട് വൈകിയതും. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ ST വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ BCDD വിഭാഗത്തിൻ്റെയും ഇന്ന് SC വിഭാഗത്തിൻ്റെയാണ് അദാലത്ത് നടന്നത്. ഇതേ സമയം തന്നെ ജില്ലകളിൽ നമ്മുടെ ജില്ലാ ഓഫീസുകളിലും ഫയൽ അദാലത്ത് നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മളൊരു മൊത്തത്തിലുള്ളൊരു 2ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ അദാലത്ത് നടത്തിയത്. ഒന്ന് 2019 വരെ പെൻഡിങ്ങിൽ കിടക്കുന്ന ഫയലുകൾ, പിന്നെ മെയ് 18 ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം വന്നിട്ടുള്ള ഫയലുകൾ. ഇത് രണ്ടും 2ആയി തിരിച്ചുകൊണ്ടാണ് അദാലത്ത് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള കാരണം, നമ്മൾ അധികാരമേറ്റതിന് ശേഷം പരമാവധി പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടു എന്നുള്ളതും, അതുപോലെ മുൻകാലങ്ങളിൽ പെൻഡിങ് കിടന്ന ഫയലുകളും ഈ പുതിയ ഫയലുകൾ തീർക്കുന്നതിനൊപ്പം തന്നെ സമയബന്ധിതമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് രണ്ടും ഈ 2-3 ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ഫയൽ അദാലത്തിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. മൊത്തം 52,751 ഫയലുകളാണ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് 4,731 ഫയലാണ് ഇപ്പോൾ നമ്മുടെ അദാലത്ത് വഴി നമുക്ക് തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ പെൻഡിങ്ങിൽ കിടക്കുന്ന ഫയലുകളിൽ വകുപ്പ് ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും നമ്മുടെ ജില്ലാ ഓഫീസുകളിലും പല ഫയലുകളിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അദാലത്തിൽ മാത്രം തീർത്ത ഫയലുകളാണ് ഈ 4,731 എന്നുള്ള കണക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും SC ഡെവലപ്മെൻറ്റിൻ്റെ 170, BCDD 48, അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് നമ്മൾ ഇൻഡിവിജ്വൽ കേസസ് തന്നെ ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷം കേസുകളും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അദാലത്തിൽ കഴിഞ്ഞ ദിവസം 666 ഫയല്, അതുപോലെ തന്നെ 249 ഫയല് ഇന്നത്തെ ഒരു ദിവസം മാത്രം നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ 52,759 നമുക്ക് അത് 25,000 ആക്കുക എന്നുള്ളതല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം. മറിച്ച് നമ്മുടെ മുന്നിലൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു അപേക്ഷയോ തന്നിട്ട് ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് ഈ 4,731 ഫയലുകളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇതൊരു തുടർ പ്രോസസ്സായിട്ട് ഏറ്റെടുക്കാനാണ് ഈ ഫയൽ അദാലത്ത്. കാരണം നമ്മൾ 100 ഡേയ്സ് പ്രോഗ്രാം നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിലേക്കായിരിക്കും കൂടുതൽ നമ്മുടെ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിയും. നമ്മൾ ഒരുപാട് പദ്ധതികൾ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള ദിവസങ്ങൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഫയൽ അദാലത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇനി നമ്മൾ എടുക്കാത്ത വർഷങ്ങളിൽ, അതായത് 2019 ശേഷം 2026 മെയ് 18 വരെ എത്രത്തോളം ഫയലുകൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടോ അത് മുഴുവൻ നമുക്ക് പരിഹരിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇരിക്കുന്നതായിരിക്കും. പിന്നെ എമർജൻസി ഫയലുകൾ അതത് സമയത്ത് വരുമ്പം അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്നതും, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഒരാൾ അപേക്ഷ തന്നാൽ നമ്മൾ കുറേ വൈകിട്ട് അത് എടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ എമർജൻസി കേസുകൾക്ക് അതത് സമയത്ത് തന്നെ തീർക്കാനും
അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു സാവകാശം എടുക്കാൻ പറ്റുന്ന കേസുകളുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫയൽ അദാലത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്.